ശരി, ഇപ്പോൾ മന്ത്രി കടകംപള്ളി മാധ്യമങ്ങളെ കാണുന്നു. തത്സമയം ലഭ്യമാകുന്നൊരു വിവരമാണ്. അതിലാണ് 51 പേര് ഓൺലൈൻ സംവിധാനം ഉപയോഗിച്ച് കടന്നുപോയതായിട്ട് മനസ്സിലാക്കുന്നത്. അതാണ് ഗവൺമെൻറ് സുപ്രീം കോടതിയിൽ സമർപ്പിച്ചതായിട്ടുള്ള അഫിഡവിറ്റിനകത്ത് ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. അവരിനി അതുവഴി കടന്ന് വേറെ വഴി പോയിട്ടുണ്ടോയെന്നൊന്നും നമുക്കറിയില്ല. അതിന് ആരോട് ചോദിക്കണമെന്നും കൃത്യമായിട്ട് അറിയാൻ വേണ്ടി പറ്റില്ല. അതുവഴി കടന്നുപോയതായിട്ട് രേഖകൾ കാട്ടുന്നത് ഇതാണ്. ഇതേ നമ്മുടെ കൈവശമുള്ള രേഖകൾ. നമുക്കവിടെ അല്ലാതെ അവിടെ വരുന്ന അയ്യപ്പസ്വാമിമാരുടെ പ്രായം അന്വേഷിക്കലൊന്നും നമ്മുടെ ഒരു കൺസേൺ അല്ലാത്തത് കൊണ്ട് തന്നെ അതുണ്ടായിട്ടില്ല. ഈ രേഖകൾ പ്രകാരം ലഭ്യമായിട്ടുള്ള വിവരം സുപ്രീം കോടതി അറിയിച്ചു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഏത് വഴിയാണ് പോയതെന്ന് വെച്ചാൽ അവർക്ക് സൗകര്യമുള്ള വഴിയെ പോയിട്ടുണ്ടെന്ന് കണ്ടാൽ മതി. അത് അങ്ങനെ ചെക്ക് പോയിന്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. ചെക്ക് പോയിന്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. നമ്മുടെ കൈവശമുള്ള വിവരം അത്രമാത്രമാണ്. പോലീസ് പ്രൊട്ടക്ഷൻ ചോദിച്ചിട്ടുള്ള ആളുകൾക്ക് പോലീസ് പ്രൊട്ടക്ഷൻ കൊടുക്കാനുള്ള ഉത്തരവാദിത്വമുള്ളത് കൊണ്ട് കൊടുത്തിട്ടുണ്ടെന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ല, ഞാൻ പറഞ്ഞത് എനിക്ക് ആ 51 പേരെ പെട്ടവരാണെന്നൊന്നും എനിക്കറിയില്ല. പോലീസ് പ്രൊട്ടക്ഷൻ ആവശ്യപ്പെട്ട് ചെന്നിട്ടുള്ളവർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കാനായിട്ടുള്ള ബാധ്യത ഉള്ളതുകൊണ്ട് പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ട്. അത്ര മാത്രമേ ഉള്ളൂ. അതെങ്ങനെ നമുക്ക് ഉറപ്പിക്കാൻ സാധിക്കുന്നത്? എത്തിയിട്ടുണ്ടാവുമെന്നല്ലേ നമുക്കറിയാൻ വേണ്ടി. ഇത്രയും പേര് ഞാൻ പറഞ്ഞൊരു നമ്പരുണ്ടല്ലോ, 7564 പേര് 10-നും 50-നും മധ്യേ പ്രായമുള്ളവർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ രജിസ്റ്റർ ചെയ്തതിൽ അതുവഴി കടന്നുപോയിട്ടുള്ള ആളുകളായിട്ട് വിവരമുള്ളത് 51 പേരാണ്. രജിസ്റ്റർ ചെയ്ത് എല്ലാവരും അതുവഴി വന്നിട്ടില്ല, പോയിട്ടില്ല. അത് അതിനുള്ള സംവിധാനം അവിടെ ഉള്ളത് കൊണ്ടാണ്. അത്ര അത് നമുക്കതല്ലേ പറയാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഞാൻ 4 പ്രാവശ്യമാണ് സന്നിധാനത്തിലെത്തിയത്. അത് ഏത് വഴി പോയെന്ന് ചോദിച്ചാൽ അതങ്ങനെ കണ്ടാൽ മതി. നമുക്ക് അതിനെ പ്രത്യേകിച്ച് കാണേണ്ട കാര്യമൊന്നുമില്ല. എന്നോട് ചോദിച്ചാൽ ഞാൻ വിഷമിച്ചു എന്നൊരു ചോദ്യമാണ്. കഴിഞ്ഞ സെപ്റ്റംബർ 28-ന് ശേഷം പ്രായം പരിശോധിക്കുന്നൊരു സംവിധാനം അവിടെ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ആര് കടന്നുപോയി ആര് കടന്നുപോയില്ല എന്നൊന്നും നമ്മുടെ മുന്നിൽ വ്യക്തമായിട്ടുള്ള ചിത്രമില്ല, രേഖയില്ല. വലിയ വാർത്താ പ്രാധാന്യത്തോടുകൂടി പത്രസമ്മേളനമൊക്കെ നടത്തി വന്നിട്ടുള്ള ആളുകൾക്കെതിരായിട്ടുള്ള എതിർപ്പ് വന്നിട്ടുണ്ട് അവിടെ. അതല്ലാതുള്ള ആളുകൾ കടന്നു പോയിട്ടുണ്ടാവാം. നമുക്കെങ്ങനെ അറിയാൻ പറ്റും? ഒരു പരിശോധന നടന്നാലല്ലേ നമുക്കറിയാൻ സാധിക്കുള്ളൂ. അവിടെ ഉണ്ടായിരുന്നതായിട്ടുള്ള പരിശോധനാ സംവിധാനം എടുത്ത് മാറ്റിക്കളഞ്ഞല്ലോ സുപ്രീം കോടതിയുടെ നിർദ്ദേശാനുസരണം. അതുകൊണ്ട് അത് വ്യക്തമായിട്ട് പറയാൻ സാധിക്കില്ല. അല്ല, അവർ ഓൺലൈൻ രജിസ്റ്റർ ചെയ്തവരല്ല. അവർ ഓൺലൈൻ വഴി രജിസ്റ്റർ ചെയ്തവരല്ല. ഇത്രയും പേര് 7564 യുവതികൾ ഓൺലൈൻ വഴി രജിസ്റ്റർ ചെയ്തിരുന്നു എന്നുള്ളതാണ് നമ്മൾ കാണുന്നൊരു കാര്യം. പിന്നെ അവിടെ ഉണ്ടായിട്ടുള്ള സംഭവവികാസങ്ങളുടെയൊക്കെ പശ്ചാത്തലത്തിൽ അവർ പിന്മാറി കാണാം മഹാഭൂരിപക്ഷവും. അതല്ലേ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ദർശനം അവിടെ ആ സംവിധാനം ഉപയോഗപ്പെടുത്തി ശബരിമലയിൽ എത്തിയവരുടെ കാര്യമാണ് ഈ പറഞ്ഞത്. അതൊന്നും നമുക്ക് പറയാൻ സാധിക്കില്ല. അത് സുപ്രീം കോടതിയിൽ കൊടുത്ത അഫിഡവിറ്റ് തന്നെ വിശദമായിട്ട് പരിശോധിച്ചാൽ മതി.
അതിൽ ക്ലാരിറ്റി എല്ലാം ഉണ്ടാവും. ഗവൺമെൻറ് എന്താണ് പറഞ്ഞിട്ടുള്ളത് എന്നുള്ളതിനെ സംബന്ധിച്ച് വ്യക്തത ഉണ്ടാവും. അതൊന്നും എടുത്ത് പരിശോധിച്ചാൽ മതി. അത് ശരി. സുപ്രീം കോടതി നിർദ്ദേശിച്ചിരിക്കുകയല്ലേ, അല്ലെങ്കിൽ ആവശ്യപ്പെട്ടിരിക്കുകയല്ലേ, പറഞ്ഞിരിക്കുകയല്ലേ, അത് ഗവൺമെൻറ് അനുസരിക്കും. ആ ചോദ്യം എനിക്ക് മനസ്സിലായിട്ടില്ല. അവർ പിന്നെ വേറെ എവിടെയാണ് പോയത്? അല്ല, അവർ പിന്നെ വേറെ എങ്ങോട്ടേക്കാണ് പോകേണ്ടത്? അവരെന്തിനാ വന്നത്? പിന്നെ ഈ ഓൺലൈൻ സംവിധാനം അവരെന്തിനു ഉപയോഗിക്കണം? അതെല്ലാം പ്രത്യേകമായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നല്ലോ. അതൊന്നും വ്യക്തതയുള്ള കാര്യമല്ല. അതെല്ലാം ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ അഫിഡവിറ്റ് പരിശോധിച്ചാൽ മതി, വ്യക്തത കൂടുതൽ കിട്ടും. യെസ്, അപ്പോൾ സന്തോഷമായല്ലോ. നമ്മുടെ നിശാഗന്ധി ഡാൻസ് ഫെസ്റ്റിവലിൻ്റെ കാര്യം ഒന്ന് പറഞ്ഞു പോകണം കേട്ടോ. യെസ്, ടൂറിസം ദേവസ്വം വകുപ്പ് മന്ത്രി മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. പ്രത്യേകിച്ചും നിശാഗന്ധി ഫെസ്റ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ മാധ്യമങ്ങൾ പ്രത്യേക ശ്രദ്ധ ചെലുത്തണം എന്നൊരു ആവശ്യം കൂടി മന്ത്രി മുന്നോട്ട് വച്ചിരിക്കുന്നു. ഒപ്പം സുപ്രീം കോടതിയിൽ സർക്കാർ നൽകിയ അഫിഡവിറ്റിനെ സംബന്ധിച്ച് മാധ്യമപ്രവർത്തകരുടെ ചില ചോദ്യങ്ങൾക്ക് കൂടി അദ്ദേഹം